നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ കേൾക്കുന്ന ചില വാർത്തകൾ കേരളം എങ്ങോട്ടേക്ക് എന്ന ചോദ്യം വീണ്ടും നമുക്ക് മുന്നിൽ ഉയർത്തുന്ന വാർത്തകളാണിത്. 15-16 വയസ്സുള്ള പെൺകുട്ടികൾ, അവരെ തേടി വീടുകളിൽ രാത്രി എത്തുന്ന യുവാക്കൾ. വയനാട് മാനന്തവാടിയിൽ രക്ഷിതാക്കൾ അറിയാതെ അർദ്ധരാത്രിയിൽ 16-കാരിയെ കൂട്ടിക്കൊണ്ടുപോയി ലഹരി നൽകിയ കേസിൽ ഇപ്പോൾ 2 പേർ കൂടി അറസ്റ്റിലായിരിക്കുന്നു. അഞ്ചുകുന്ന് കല്ലിട്ടാങ്കുഴി ജനീലിയ എന്ന 19-കാരിയും കണിയാരം പാലാക്കുളി പോത്തനാട്ടിൽ AV അജിത്ത് എന്ന 23-കാരനും. ഈ കേസിൽ അറസ്റ്റിലായവർ 6 പേരാണ്. ഈ മാസം 12-ാം തീയതിയായിരുന്നു സംഭവം. അർദ്ധരാത്രി പെൺകുട്ടിയെ അവളുടെ വീട്ടിൽ നിന്ന് ഈ സംഘം കൂട്ടിക്കൊണ്ടുപോകുന്നു. പിന്നീട് നിർബന്ധിച്ച് മദ്യം നൽകുകയും സിഗരറ്റ് വലിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് മാനന്തവാടി കണിയാരത്തുണ്ടായ ഒരു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ അമൽ കൃഷ്ണയ്ക്കൊപ്പം കണ്ടെത്തുന്നു. കേസെടുത്ത മാനന്തവാടി പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തൃശ്ശിലേരി മുത്തുമാരി കണ്ണഞ്ചിറ വീട്ടിൽ റോബിൻ കെ ജോയി എന്ന 20-കാരൻ, മാനന്തവാടി സ്വദേശികളായ കല്യോട്ടുകുന്ന് ലിജു നിവാസിൽ അമൽ കൃഷ്ണ എന്ന 20-കാരൻ, കുറ്റിമൂല കള്ളമ്പറമ്പിൽ KV ജിതിൻ എന്ന 22-കാരൻ, എടവക ചാമാടിപ്പൊയിൽ ചിറക്കിൽ C അജിത് കുമാർ എന്ന 23-കാരൻ. ഇവരാണ് പോലീസ് പിടിയിലായത്. രാത്രി 11 മണിക്ക് പെൺകുട്ടി ഉറങ്ങാൻ പോയി എന്നാണ് രക്ഷിതാക്കൾ പോലീസിനോട് പറഞ്ഞത്. രാത്രി 1:30 ആയപ്പോൾ ഒരാൺകുട്ടി ഫോൺ വിളിച്ച് മകൾക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിവരം അറിയിക്കുന്നു. മാനന്തവാടിയിലെ ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നായിരുന്നു രക്ഷിതാക്കൾക്ക് വന്ന ഫോൺ സന്ദേശം. മാതാപിതാക്കൾ എഴുന്നേറ്റ് നോക്കുമ്പോഴിതാ അടുക്കള വാതിൽ തുറന്നിട്ടിരിക്കുന്നു. തുടർന്ന് ആശുപത്രിയിലെത്തി മകളെ കണ്ടു. ഒരു പെൺകുട്ടിയും 2 യുവാക്കളും ചേർന്ന് വീട്ടിൽ നിന്ന് തന്നെ കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് 16-കാരി മാതാപിതാക്കളോടും പിന്നീട് പോലീസിനും മൊഴി കൊടുത്തത്. മാതാപിതാക്കൾ ആശുപത്രിയിലെത്തുമ്പോൾ മകൾ ലഹരിയുടെ പിടിയിൽ. ആദ്യം പിച്ചും പേയുമൊക്കെ പറയുന്നു. പിന്നെയാണ് എന്താണ് സംഭവിച്ചത് എന്ന് വിശദമാക്കിയത്. അർദ്ധരാത്രി ചായ കുടിക്കാൻ പോകാം എന്ന് പറഞ്ഞാണ് പെൺ സുഹൃത്ത് തന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയത്. പുറത്തേക്കിറങ്ങിയപ്പോൾ ഒരു സംഘം യുവാക്കൾ. അവർക്കൊപ്പമായിരുന്നു പിന്നീട് രാത്രിയിലെ കറക്കമെന്ന് പെൺകുട്ടി പറഞ്ഞു. അപകടത്തിൽ കാലിനും മുഖത്തും സാരമായി പരിക്കേറ്റ പെൺകുട്ടി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലും. ജനീലിയ എന്ന 19-കാരിയാണ് പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയത്. ജനീലിയ നേരത്തെയും ഈ യുവാക്കൾക്കൊപ്പം രാത്രികാലങ്ങളിൽ ഇങ്ങനെ സഞ്ചാരമുണ്ട്. ഈ സംഘത്തിൽ മറ്റു ചില പെൺകുട്ടികൾ കൂടിയുണ്ട് എന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. ഈ യുവാക്കൾ അർദ്ധരാത്രിയാകുന്നതോടെ പെൺകുട്ടികളെ വീട്ടിൽ നിന്നും രഹസ്യമായി വിളിച്ചിറക്കുകയാണ് പതിവ്. ഇത്തരം നിരവധി സംഭവങ്ങളാണ് കേരളത്തിൽ. സോഷ്യൽ മീഡിയയിലൂടെയാണ് പലപ്പോഴും പെൺകുട്ടികൾ ഇത്തരം ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത്. കോഴിക്കോട് ഇക്കഴിഞ്ഞ ദിവസം നടന്ന മറ്റൊരു സംഭവം, പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുടെ മുറിയിൽ കടന്ന യുവാവിനെ വീട്ടുകാർ തന്നെ പിന്നീട് പിടികൂടി. കോഴിക്കോട് താമരശ്ശേരിയിലായിരുന്നു സംഭവം. അടിവാര സ്വദേശി മിഷ് ബാഹുലിനെതിരെ പോലീസ് പോക്സോ കേസെടുത്തു. അർദ്ധരാത്രിയിൽ പെൺകുട്ടിയുടെ മുറിയിൽ മിഷ് ബാഹുൽ ഒളിച്ചു കിടക്കുകയായിരുന്നു. വിവരമറിഞ്ഞ വീട്ടുകാർ മുറി പുറത്തുനിന്ന് പൂട്ടി. എന്നാൽ മിഷ് ബാഹുൽ ഇക്കാര്യം സുഹൃത്തുക്കളെ വിളിച്ചറിയിച്ചു. പെൺകുട്ടിയുടെ മുറിയിൽ അകപ്പെട്ടുവെന്നും എത്രയും പെട്ടെന്ന് എത്തി തന്നെ രക്ഷിക്കണമെന്നുമാണ് സുഹൃത്തുക്കളോട് ഇയാൾ പറഞ്ഞത്. ഇതോടെ സുഹൃത്തുക്കൾ സംഘം ചേർന്ന് ആ വീട്ടിലെത്തി. തുടർന്ന് വീട്ടുകാരെ ആക്രമിച്ച് മിഷ് ബാഹുലിനെ മോചിപ്പിച്ചു. മിഷ് ബാഹുലിൻ്റെ സുഹൃത്തുക്കളായ 6 പേർക്കെതിരെ വീട് കയറി ആക്രമിച്ചതിന് പോലീസ് കേസെടുത്തു. ഇൻസ്റ്റാഗ്രാം വഴിയാണ് മിഷ് ബാഹുലും പെൺകുട്ടിയുമായി അടുപ്പത്തിലായത്. ഇവിടെയും 16-കാരിയാണ് പെൺകുട്ടി. 15-ഉം 16-ഉം ഒക്കെ വയസ്സുള്ള പെൺകുട്ടികൾ. പ്രായം വലിയൊരു പ്രശ്നം തന്നെ. ചതിവിൽപ്പെടുത്തി പെൺകുട്ടികളെ തകർക്കാൻ നടക്കുന്ന ഒരു കൂട്ടം യുവാക്കൾ. അവരുടെ കെണിയിൽ പല ഇടങ്ങളിലും ഇത്തരത്തിൽ കുട്ടികൾ അകപ്പെടുന്നു. ഈ കഴിഞ്ഞ ദിവസം കൊച്ചി ആലുവ ആലങ്ങാട് കരുമാലൂരിൽ നിന്ന് ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കാണാതാകുന്നു. ഒടുവിൽ പോലീസിന്റെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് 4-ാം ദിനം പൂനെയിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. മുംബൈ, ധാരാവി അടക്കം പല ഇടങ്ങളിൽ പോലീസ് ശക്തമായ പരിശോധന നടത്തിയിരുന്നു. ഏറെ നാടകീയമായിരുന്നു ഈ അന്വേഷണം. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കേരള പോലീസ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ യുവാവിനെ പിടികൂടിയത്. കുട്ടി ഉപയോഗിച്ചിരുന്നത് അമ്മയുടെ ഫോൺ. ഈ ഫോണിലേക്ക് സംഭവത്തിന് മുൻപ് വന്ന കോളുകൾ പോലീസ് വിശദമായി പരിശോധിച്ചു. തുടർന്ന് പെൺകുട്ടിയെ വിളിച്ച ആ മൊബൈൽ ഫോണിൻ്റെ
വിശദാംശങ്ങൾ പോലീസ് മനസ്സിലാക്കി. കുട്ടിയെ കൊണ്ടുപോയ കൊല്ലം ഓച്ചിറ സ്വദേശി അഭിജിത്ത് എന്ന 25-കാരനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. കുട്ടിയെ കാണാതായതിന് തൊട്ടു പിന്നാലെ ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്നാൽ ഇടയ്ക്കിടെ ഓൺ ചെയ്തിരുന്നത് സൈബർ സെല്ലിന് അനുഗ്രഹമായി. പൂനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഒടുവിൽ ഇവരെ പോലീസ് പിടികൂടുന്നത്. പുസ്തകം വാങ്ങാൻ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് 8ാം ക്ലാസ്സുകാരി വീട്ടിൽ നിന്നിറങ്ങുന്നത്. പിന്നീട് മടങ്ങിയെത്തിയില്ല. ഇതോടെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ചേർന്ന് അന്വേഷണം തുടങ്ങി. പോലീസിൽ പരാതിയും നൽകി. അമ്മയുടെ ഫോൺ കുട്ടിയുടെ കയ്യിൽ, എന്നാൽ അത് ഓഫായിരുന്നു. വൈകിട്ടോടെ സംഭവം ആലങ്ങാട് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നു. പോലീസ് ഉണർന്നു പ്രവർത്തിച്ചു. കുട്ടിയുടെ ബന്ധുവീടുകളിലും സുഹൃത്തുക്കളുടെ വീടുകളിലുമൊക്കെ ആദ്യഘട്ട അന്വേഷണം. അവിടെ ഒന്നുമില്ല. പോലീസ് ആദ്യം ചെയ്തത് CCTV ദൃശ്യങ്ങൾ ലഭിക്കുമോ എന്ന പരിശോധന. നാട്ടിൻപുറമായതുകൊണ്ട് അധികം CCTV ദൃശ്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യത മുന്നിലില്ല. പിന്നീട് 2 വഴികളിലൂടെ നീങ്ങി. കുട്ടിയുടെ പക്കലുള്ള ഫോൺ ഓഫായിരുന്നുവെങ്കിലും ഇത് 24 മണിക്കൂറും നിരീക്ഷിക്കാനുള്ള നിർദ്ദേശം സൈബർ വിഭാഗത്തിന് നൽകി. നാട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നിരന്തരം വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. നാട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമൊക്കെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനിടയിൽ ഈ കുട്ടിയെ ഇടയ്ക്കിടെ കാണാൻ നാട്ടിലെത്തുന്ന ഒരാളെക്കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിക്കുന്നു. ഇയാളെക്കുറിച്ച് ഒരുവിധ ധാരണയും കുട്ടിയുടെ മാതാപിതാക്കൾക്കില്ല. ഈ യുവാവിനെക്കുറിച്ചുള്ള വിവരം മനസ്സിലാക്കിയതോടെ ഇയാളെക്കുറിച്ച് കൂടുതൽ അറിയാൻ സൈബർ സെല്ലിൻ്റെ സഹായം തേടി. കുട്ടി ഉപയോഗിക്കുന്ന ഫോണിലേക്ക് തുടർച്ചയായി വന്ന കോളുകൾ ഈ യുവാവിൻ്റേതാണ് എന്ന് തുടർന്ന് പോലീസ് കണ്ടെത്തുന്നു. കൊല്ലം ഓച്ചിറ സ്വദേശി അഭിജിത്ത്. ഇരുവരും ഒരുമിച്ചുണ്ടോ, ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസിന് നിശ്ചയമില്ലാതെ നിൽക്കുന്നു. പോലീസ് നിരീക്ഷണത്തിനിടയിൽ അപ്രതീക്ഷിതമായി മംഗലാപുരം ഭാഗത്തെത്തിയപ്പോൾ കുട്ടിയുടെ മൊബൈൽ ഫോൺ ഓണാകുന്നു. അപ്പോൾ തന്നെ ആലക്കാട് സബ് ഇൻസ്പെക്ടർ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഒരു ടീമിനെ മംഗലാപുരത്തേക്ക് അയക്കുന്നു പോലീസ്. എന്നാൽ പെട്ടെന്ന് തന്നെ കുട്ടിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നു. അഭിജിത്ത് എന്ന യുവാവിൻ്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ്. അപൂർവ സമയങ്ങളിൽ മാത്രമാണ് ഫോൺ സ്വിച്ച് ഓൺ ചെയ്യുന്നത്. ഏതെങ്കിലും പോയിന്റിൽ വെച്ച് സ്വിച്ച് ഓൺ ആയാൽ അപ്പോൾ തന്നെ സ്വിച്ച് ഓഫ് ചെയ്യും. ഇടയ്ക്ക് ഇരുവരുടെയും ഫോണുകൾ ഒരേ സമയം സ്വിച്ച് ഓൺ ആയതോടെ ഇരുവരും ഒരുമിച്ചുണ്ടാകാനുള്ള സാധ്യതയിലേക്ക് പോലീസ് എത്തുന്നു. വനിതാ പോലീസുകാർ ഉൾപ്പെടെ 6 അംഗ സംഘം മംഗലാപുരത്തേക്കുള്ള യാത്രയിൽ. ഇരു ഫോണുകളും 24 മണിക്കൂറും നിരീക്ഷിച്ചു കൊണ്ടിരുന്ന സൈബർ സെൽ വിവരങ്ങൾ അപ്പോൾ തന്നെ പോലീസ് സംഘത്തിന് കൈമാറിക്കൊണ്ടിരുന്നു. എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ കുട്ടിയുടെയും അഭിജിത്തിൻ്റെയും മൊബൈൽ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് ഗോവയിൽ. ഇതോടെ മംഗലാപുരത്തേക്ക് പോയ സംഘത്തിൻ്റെ ലക്ഷ്യം ഗോവയിലേക്ക് മാറ്റി. മണിക്കൂറുകൾ കഴിഞ്ഞ് അടുത്ത ലൊക്കേഷൻ മുംബൈയിലെ ധാരാവിയിൽ. ഇതോടെ പോലീസിനും നെഞ്ചിടിപ്പേറി. ഗോവയ്ക്ക് പോയ സംഘം എങ്ങനെ ധാരാവിയിലെത്തി? പെൺകുട്ടിയെ ആരെങ്കിലും ആസൂത്രിതമായി തട്ടിക്കൊണ്ടുപോകുന്നതാണോ? ധാരാവിയിൽ എത്തിയതിന് തൊട്ടു പിന്നാലെ പെൺകുട്ടിയുടെയും യുവാവിൻ്റെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആകുന്നു. ഇതോടെ ഇരുവരും എവിടെ എന്ന കാര്യത്തിൽ പോലീസിന് തികച്ചും അനിശ്ചിതത്വം. പിന്നീട് പല സ്ഥലങ്ങളിൽ ഇവരുടെ ലൊക്കേഷനുകൾ കാട്ടുന്നു. ഒരു പോലീസ് സംഘം മാത്രമായി പരിശോധിച്ചാൽ അവരെ കണ്ടെത്തുക അത്ര എളുപ്പമല്ല എന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യമായി. തുടർന്നാണ് ഒരു സംഘത്തെ കൂടി തിരച്ചിലിന് അയക്കുന്നത്. പല സ്ഥലങ്ങളിലുമായി കുട്ടിയുമായി ഇയാൾ കറങ്ങി നടക്കുകയാണ് എന്ന് പോലീസിന് ബോധ്യമായി. ഒടുവിൽ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ഗംഗാപ്രസാദും സംഘവും ഗോവയിലേക്ക് എത്തുന്നു. പെട്ടെന്ന് സൈബർ സെൽ പോലീസ് സംഘത്തെ ഒരു വിവരം അറിയിക്കുന്നു. ഇരുവരും ഒരു പ്രത്യേക ദിശയിൽ ഒരുമിച്ച് സഞ്ചരിക്കുന്നു എന്ന സുപ്രധാന വിവരം. ടവർ ലൊക്കേഷനുകൾ പോലീസ് പരിശോധിക്കുമ്പോൾ നിസാമുദ്ദീൻ എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയാണ് എന്ന നിഗമനത്തിലെത്തുന്നു. ഇതോടെ റെയിൽവേ പോലീസിനെ വിവരമറിയിച്ചു. SI സതീഷ് കുമാറിനും സംഘത്തിനുമായിരുന്നു ഏകോപന ചുമതല. റെയിൽവേ പോലീസിന്റെ സഹായത്തോടെ പൂനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുട്ടിയെയും യുവാവിനെയും കസ്റ്റഡിയിലെടുക്കുന്നു. വെറും 12 വയസ്സ് മാത്രം പ്രായമുള്ള 8ാം ക്ലാസ് വിദ്യാർത്ഥിനി. തങ്ങൾക്ക് വലിയ ആശങ്കയായിരുന്നു അന്വേഷണത്തിലുടനീളമെന്ന് SP സുദർശൻ പറയുന്നു. കുട്ടിയെ കണ്ടെത്തുന്നത് വരെ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഫിഷറീസ് മന്ത്രിയുടെ ഓഫീസും നിരന്തരം പോലീസ് സംഘവുമായി ബന്ധപ്പെട്ടു. 12 വയസ്സുള്ള പെൺകുട്ടിയാണ്. വളരെ കരുതലോടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന നിർദ്ദേശം. വളരെ ആക്റ്റീവായി പോലീസ് സംഘങ്ങളും സൈബർ സെല്ലും പരിശ്രമിച്ചതുകൊണ്ടാണ് ഒടുവിൽ കുട്ടിയെയും അഭിജിത്തിനെയും കണ്ടെത്താൻ കഴിഞ്ഞത് എന്ന് പോലീസ് സംഘം വിശദീകരിക്കുന്നു. 24 മണിക്കൂറും സൈബർ സെൽ ഉണർന്നു പ്രവർത്തിച്ചു. ഒപ്പം അന്വേഷണ സംഘവും. ഡൽഹിയിലുള്ള ഒരു ബന്ധുവിനെ കാണാൻ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് കുട്ടിയെ പ്രലോഭിപ്പിച്ചുകൊണ്ടാണ് അഭിജിത്ത് കുട്ടിയുമായി യാത്ര തുടങ്ങിയത്. അഭിജിത്തിനെതിരെ പോക്സോ കേസ് അടക്കം ചുമത്തുമെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന സൂചന. ഇയാൾ കഴിഞ്ഞ 6 മാസത്തിലധികമായി ചെറായ് ബീച്ചിൽ ഐസ്ക്രീം കടയുമായി ബന്ധപ്പെട്ട ജോലി ചെയ്തു വരികയാണ്.
അഭിജിത്തിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടക്കുന്നുവെന്ന് പോലീസ് പറയുന്നു. ഇയാൾ ഇത്തരത്തിൽ കുട്ടികളെ മറ്റെവിടേക്കെങ്കിലും കടത്തിക്കൊണ്ടു പോയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചും പോലീസ് പരിശോധിക്കുന്നു. കഴിഞ്ഞ 1 വർഷമായി ഇൻസ്റ്റാഗ്രാം വഴി ഇയാളും കുട്ടിയും സ്ഥിരമായി സംസാരിക്കുന്നു. കുട്ടി ഇപ്പോൾ സംഭവത്തിൻ്റെ ആഘാതത്തിലാണെന്നും കൗൺസിലിംഗ് നൽകിയതിനു ശേഷം വിശദമായി സംസാരിച്ചാൽ മാത്രമേ മുഴുവൻ വിവരങ്ങളും മനസ്സിലാക്കാൻ കഴിയൂ എന്നാണ് പോലീസ് പറയുന്നത്. കുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു വകുപ്പുകളും ചുമത്തുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. നമ്മുടെ കുട്ടികൾക്ക് ചുറ്റും വലവിരിച്ച് നിരവധി ചിലന്തിക്കണ്ണുകളുണ്ട് എന്ന് തിരിച്ചറിയുക. കുട്ടികളെ നേർവരയിൽ നടത്തേണ്ടവരാണ് നമ്മുടെ അധ്യാപകർ. എന്നാൽ വടകരയിലെ ഒരു സംഭവം അത് അക്ഷരാർത്ഥത്തിൽ കേരളത്തെ തകർത്ത് കളഞ്ഞു. ഏറെ ചർച്ചയായ വടകര MDMA കേസിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഇരകളായിരുന്നില്ല എന്ന് പോലീസ് പറയുന്നു. 3 അധ്യാപികമാർ ഉൾപ്പെടെ 5 പേർ അറസ്റ്റിലായ ഏറെ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവം. കേസിൽ കൂടുതൽ പേർ പിടിയിലാകുമെന്ന് പോലീസ് പറയുന്നു. ലക്ഷക്കണക്കിന് രൂപയാണ് അധ്യാപികമാരുടെ അക്കൗണ്ടുകളിൽ എത്തിയതെന്നും ഇതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിവരികയാണെന്നും കണ്ണൂർ DIG K. കാർത്തിക്, കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി മെറിൻ ജോസഫ് എന്നിവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു. ചെറുതും വലുതുമായ ഒട്ടേറെ ഇടപാടുകൾ അധ്യാപികമാരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നടന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. BRCയിൽ ബ്ലോക്ക് റിസോഴ്സ് സെൻറ്ററിൽ നിന്നുള്ള ശമ്പളമല്ലാതെ മറ്റ് വരുമാനം ഒന്നുമില്ലാത്ത അധ്യാപകരുടെ അക്കൗണ്ടിലേക്കാണ് ലക്ഷങ്ങൾ ഒഴുകിയെത്തിയത്. ഈ കേസിൽ പിടികൂടിയ ഡെലിവറി ബോയ് ആയി പ്രവർത്തിക്കുന്ന യുവാവ് മാത്രം 1 കോടിയിലേറെ രൂപയുടെ ഇടപാടുകൾ നടത്തിയെന്ന് പോലീസ് കണ്ടെത്തി. കൂടുതൽ അധ്യാപകർക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. വടകര ഇൻസ്പെക്ടർ AV ദിനേശിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ പരിശോധനകളുടെ ഭാഗമായി വടകര പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് 3 അധ്യാപികമാർ അറസ്റ്റിലാകുന്നത്. സാധാരണ ലഹരി കേസിനപ്പുറം വലിയൊരു ശൃംഖല ഇവർക്ക് പിന്നിലുണ്ട്. അറസ്റ്റിലായ അധ്യാപികമാർ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു. ചുരുക്കത്തിൽ നമ്മുടെ കുട്ടികൾ ഒട്ടും സുരക്ഷിതരല്ല എന്നുറപ്പിക്കുന്ന വാർത്തകളാണ് നമ്മെ കൂടുതൽ ഭയപ്പെടുത്തുന്നത്. ഭരണകൂടം ഉണർന്നു പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.